മറ്റു വാർത്തകളിലേക്ക് പോയാൽ കണ്ണൂർ കല്യാട്ടെ മോഷണം നടന്ന വീട്ടിലെ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. ദർശിതയെ സുഹൃത്ത് സിദ്ധരാജു കൊലപ്പെടുത്തിയത് ആസൂത്രിതമായി എന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകം നടത്തിയത് മൊബൈൽ ചാർജറിൽ ഘടിപ്പിച്ച ഡിറ്റനേറ്റർ ഉപയോഗിച്ചാണ്. ചാർജർ പൊട്ടിത്തെറിച്ച് അപകടം എന്ന് വരുത്തി തീർക്കാനായിരുന്നു സിദ്ധരാജുവിന്റെ ശ്രമം. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, ഇത് ഇയാൾ തന്നെ ഈ പണവും സ്വർണമൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി കൂട്ടാളിയെ കൊന്നു എന്നാണോ കരുതുന്നത്? രുചിഷ്, ഏതായാലും ഈ കല്യാട്ടെ വീട്ടിൽ നിന്ന് നഷ്ടമായ സ്വർണവും പണവും എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ അല്പസമയം മുൻപ് ഈ ദർശിത താമസിച്ചിരുന്ന ദർശിതയുടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ സഹോദരനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് 3 ബാഗുകളും എടുത്താണ് വെള്ളിയാഴ്ച രാവിലെ ദർശിത ഈ വീട്ടിൽ നിന്ന് പോയത്. അതിൽ 2 ബാഗുകളിൽ വസ്ത്രമായിരുന്നു. 3ാമത്തെ ബാഗിൽ ഒരുപക്ഷെ സ്വർണവും പണവും ആയിരിക്കാമെന്നാണ് വീട്ടുകാർ സംശയിക്കുന്നത്. ഇതുമായി ഇവർ നാട്ടിലേക്ക് പോയിരുന്നു. പിന്നീട് പക്ഷേ ഇപ്പോൾ ഈ ദർശിതയുടെ വീട്ടുകാരുമായി ഈ കുടുംബം ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് അവിടെ ഇത്തരത്തിൽ ഈ സ്വർണവും പണവും അടങ്ങിയ ബാഗ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത് എവിടെ പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരള പോലീസിനെ ഈ സംഭവത്തിൽ കുഴക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സിദ്ധരാജു ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് അതിക്രൂരമായൊരു കൊലപാതകം നടപ്പിലാക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. അതിന് ഇയാൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് ഈ കർണാടകയിലെ സാലിഗ്രാമിലുള്ള ലോഡ്ജ് കണ്ടെത്തി വച്ചിരുന്നു. അവിടെ ലോക്ക് തകരാറുള്ള ഒരു റൂം തന്നെ ഇയാൾ കണ്ടെത്തി വെച്ചു. പിന്നീട് ആ റൂമിലേക്ക് എത്തുകയും റൂം നോക്കാൻ എന്ന വ്യാജേന അതിനകത്തേക്ക് കയറി ഈ ചാർജർ അവിടെ പ്ലഗിൽ കുത്തിവെക്കുകയും ചെയ്തു. ഈ ചാർജറിൻ്റെ അഗ്രഭാഗം മുറിച്ചു മാറ്റിയാണ് ഡിറ്റനേറ്റർ അതിനോട് ഘടിപ്പിച്ചത്. പിന്നീട് ദർശിതയെ ആ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ കട്ടിലിൽ കെട്ടിയതിന് ശേഷം കാലും കൈയും ബന്ധിച്ച് ഈ ഡിറ്റനേറ്റർ വായിൽ തിരുകി 4 മിനിറ്റിനുള്ളിൽ ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടത്തി എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇയാൾ പുറത്തേക്ക് പോവുകയും ഈ ഹോട്ടൽ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഭക്ഷണം ഉൾപ്പെടെ വാങ്ങി വരികയും ചെയ്തിരുന്നു. പിന്നീട് മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇയാളുടെ ശ്രമം. ഏതായാലും മോഷണം നടന്ന വീട്ടിലെ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. സിദ്ധരാജു കൊലപ്പെടുത്തി എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അന്വേഷണം തുടരുകയാണ്.